ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിൻ 2025 ഫെബ്രുവരി എഡിഷനിലെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഇട്ടുണ്ട്. ഇനി നമ്മുടെ സമകാലികം എന്നുള്ളൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സമകാലികമാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ് പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറായി. അപ്പോൾ 435 റൺസാണ് പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോർ. ഈ മത്സരത്തിൽ ഇന്ത്യ നേടിയ 304 റൺസ് ജയം വനിതാ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണ്. അപ്പോൾ ഈ പരമ്പരയിൽ തന്നെ ഈ മത്സരത്തിൽ ഇന്ത്യ നേടിയ 304 റൺസ് ജയം വനിതാ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണ്. ഇതേ പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ നേടിയ 371 റൺസായിരുന്നു ഇതുവരെ വനിതകളുടെ ഉയർന്ന സ്കോർ. അത് മാറിയിട്ടാണ് ഇപ്പോൾ 435 റൺസായിരിക്കുന്നത്. അതുപോലെ 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ് പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ. പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ് പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ. ഇനി നെക്സ്റ്റ് നോക്കാം. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിൻ്റെ പുതിയ നാണയം പുറത്തിറക്കി ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടനാണ് പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിൻ്റെ ഒരു പുതിയ നാണയം പുറത്തിറക്കി. ബ്രിട്ടനാണ് പുറത്തിറക്കിയത്. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിനെ പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക്യോൾ അറസ്റ്റിലായി. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ പ്രസിഡന്റാണ് യുൻ സുക്യോൾ എന്ന് പറയുന്നത്. അപ്പോൾ പട്ടാള നിയമം പ്രഖ്യാപിച്ചതുകൊണ്ടാണ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്തത്. അങ്ങനെ അറസ്റ്റിലായി യുൻ സുക്യോൾ. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ പ്രസിഡന്റാണ് അദ്ദേഹം. INS സൂറത്ത്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാങ്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. അപ്പോൾ INS സൂറത്ത്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാങ്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്. കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തിറങ്ങി. ഹോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ്. ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലായ നാഗ്മാർക്ക് 2ൻ്റെ പരീക്ഷണം വിജയം. അപ്പോൾ നാഗ്മാർക്ക് 2 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടാങ്ക് വേദ ഗൈഡഡ് മിസൈലാണ്. ടാങ്ക് വേദ ഗൈഡഡ് മിസൈലാണ് നാഗ്മാർക്ക് 2. നവാഫ് സലാമിനെ ലെബനൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ജോസഫ് ഔൻ നാമനിർദ്ദേശം ചെയ്തു. അപ്പോൾ ലെബനൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? നവാഫ് സലാമിൻ. പ്രസിഡന്റ് ആരാണ്? ജോസഫ് ഔൻ. നവാഫ് സലാം ലെബനൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ജോസഫ് ഔനുമാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർ, ദുവൂർ നാഗേശ്വര റെഡ്ഡി, ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ, കുമുദിനി രജനീകാന്ത് ലഗിയ, ഒസാമു സുസുക്കി, ശാരദ സിൻഹ, L സുബ്രഹ്മണ്യം എന്നിവർക്ക് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചു. പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് ആർക്കെല്ലാമാണ്? മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർ, ദുവൂർ നാഗേശ്വര റെഡ്ഡി, ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ, കുമുദിനി രജനീകാന്ത് ലഗിയ, ഒസാമു സുസുക്കി, ശാരദ സിൻഹ, L സുബ്രഹ്മണ്യം എന്നിവർക്കാണ് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത്. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്, ചലച്ചിത്ര നടി ശോഭന, തമിഴ്നടൻ അജിത്, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം എന്നിവർ ഉൾപ്പെടെ 19 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. അപ്പോൾ ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്, ചലച്ചിത്ര നടി ശോഭന, തമിഴ്നടൻ അജിത്ത്, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഇവരുൾപ്പെടെ 19 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. ഫുട്ബോൾ താരം IM വിജയൻ ഉൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. ഫുട്ബോൾ താരം IM വിജയനും പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 113 പേർക്കാണ് പത്മശ്രീ ലഭിച്ചത്. അപ്പോൾ പത്മഭൂഷൺ ലഭിച്ചത് 19 പേർക്കാണ്. ആർക്കൊക്കെയാണ് പത്മവിഭൂഷൺ ലഭിച്ചത്? മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായർ, ദുവൂർ നാഗേശ്വര റെഡ്ഡി, ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഖേഹർ, കുമുദിനി രജനീകാന്ത് ലഗിയ, അതുപോലെ ഒസാമു സുസുക്കി, ശാരദ സിൻഹ, L സുബ്രഹ്മണ്യം ഇവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. മലയാളിയായിട്ടുള്ള പത്മശ്രീ ലഭിച്ചതാർക്കാണ്? IM വിജയനാണ്. ഫുട്ബോൾ താരമാണ്. 113 പേർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരു മലയാളിയാണ് IM വിജയൻ.
പ്രേം നസീർ പുരസ്കാരം നേടിയത് നടി ഷീലയ്ക്കാണ്. പ്രേം നസീർ പുരസ്കാരം നടി ഷീലയ്ക്ക്. 2024 മികച്ച 2020 താരമായി ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 മികച്ച 2020 താരമായിട്ട് ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലിഞ്ച് അന്തരിച്ചു. അപ്പോൾ ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലിഞ്ച് അന്തരിച്ചു. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിൻ്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. അപ്പോൾ ISROയുടെ ഒരു പരീക്ഷണമാണ് വികാസ് ലിക്വിഡ് എഞ്ചിൻ. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമാണ്. അത് വിജയകരമായിട്ട് തന്നെ ആ പരീക്ഷണം നടത്തി. S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന്. അപ്പോൾ S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം ആർക്കാണ്? SK വസന്തൻ. അദ്ദേഹം നോവലിസ്റ്റ്, നിരൂപകൻ, ചരിത്രകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനിയായ DeepSeek. അപ്പോൾ DeepSeek എന്ന് പറഞ്ഞാൽ R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച കമ്പനിയാണ്, ചൈനീസ് കമ്പനിയാണ് DeepSeek. പ്രമുഖ സിനിമാ സംവിധായകൻ ഷാഫി അന്തരിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ICCയുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും വനിതാ ഏകദിനത്തിലെ മികച്ച താരമായിട്ട് സ്മൃതി മന്ദാനയും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും വനിതാ ഏകദിനത്തിലെ മികച്ച താരമായിട്ട് സ്മൃതി മന്ദാനയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി D. ഗുഗേഷ്. അപ്പോൾ ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായിട്ട് D. ഗുഗേഷ്. കോലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ-19 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി വൈഷ്ണവി ശർമ്മ. അപ്പോൾ കോലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ-19 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടി. അപ്പോൾ ഈ ഒരു ആരാണ് ഹാട്രിക് നേടിയത്? വൈഷ്ണവി ശർമ്മ. അപ്പോൾ ഇങ്ങനെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറാണ് വൈഷ്ണവി ശർമ്മ. ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 ഇയേഴ്സ് ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡിട്ട് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം ഇതിനായിട്ട് 14,505 പന്തുകളാണ് ഉപയോഗിച്ചത്. അപ്പോൾ ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 ഇയേഴ്സ് ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്താണ് എഴുതിയത്? 50 ഇയേഴ്സ് ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതിയിട്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയതാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. ഇതിനായിട്ട് 14,505 പന്തുകൾ ഉപയോഗിച്ചു. ഇനി പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളിയായ ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റു. അപ്പോൾ പറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളിയായ ജസ്റ്റിസ് K. വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റു. ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നു. ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് ലോക സാമ്പത്തിക ഉച്ചകോടി നടന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കെയ്സിനാണ്. അപ്പോൾ അമേരിക്കയുടെ മാഡിസൺ കെയ്സിനാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടമാർക്കാണ്? അമേരിക്കയുടെ മാഡിസൺ കെയ്സിന്. ഫൈനലിൽ ബെലാറൂസിനെ ആരിയാന സെബലെങ്കയാണ് പരാജയപ്പെടുത്തിയത്. ബെലാറസിൻ്റെ ആരിയാന സെബലെങ്കയാണ് പരാജയപ്പെടുത്തിയത്? നമ്മുടെ മാഡിസൺ കെയ്സ് പരാജയപ്പെടുത്തിയത്. അതുപോലെ ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. അതായത് ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. US, റഷ്യ, ചൈന എന്നിവയാണ് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ മുൻപ് നേട്ടം സ്വന്തമാക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? US, റഷ്യ, ചൈന. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ജനുവരി 25-ാം തീയതി രാത്രി ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായി. അപ്പോൾ ജനുവരി 25-ാം തീയതിയാണ് 6 ഗ്രഹങ്ങൾ ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായത്. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ ഈ ഗ്രഹങ്ങളാണ് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണലായിരുന്ന V. ഗീതയെ നിയമിച്ചു. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ട് കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണലായിരുന്ന V. ഗീതയെ നിയമിച്ചു. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, ആദ്യ ശിശുഹൃദയം മാറ്റിവെക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ ഡോക്ടർ K.M. ചെറിയാൻ അന്തരിച്ചു. അപ്പോൾ ഡോക്ടർ K.M. ചെറിയാൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ എന്തെല്ലാമാണ്? രാജ്യത്തെ ആദ്യം
കൊറോണറി ആർട്ടറി ബൈപ്പാസ് നടത്തി. ആദ്യ ശിശു ഹൃദയം മാറ്റിവെക്കൽ നടത്തി. ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവെക്കൽ നടത്തി. അതുപോലെ തന്നെ വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അപ്പോൾ വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹം അന്തരിച്ചു. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായിട്ട് മാറുകയാണ് ഉത്തരാഖണ്ഡ്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിനെ ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ യാനിക് സിന്നർ ഇറ്റാലിയനാണ്. അദ്ദേഹത്തിനാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത്. അദ്ദേഹം അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തി. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായി 100ാം വിക്ഷേപണം നടത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം. ISRO എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായിട്ട് 100ാം വിക്ഷേപണം നടത്തി. ഇനി 38ാം ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലെ ദെറാഡൂണിൽ തുടങ്ങി. 38ാമത് ദേശീയ ഗെയിംസ് വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ദെറാഡൂണ്. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി തെലങ്കാനക്കാരിയായ ജി തൃഷ. അപ്പോൾ അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം ആരാണ്? അങ്ങനെ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത് ജി തൃഷയാണ്. തെലങ്കാനക്കാരിയാണ്. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി തെലങ്കാനക്കാരി ജി തൃഷയാണ്. അതുപോലെ ആമസോൺ സ്ഥാപകനായ ജെഫ് ബസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ കൂറ്റൻ വിക്ഷേപണം ന്യൂ ഗ്ലെന്നിൻ്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയകരമായി. അപ്പോൾ ആമസോൺ സ്ഥാപകൻ ആരാണ്? ജെഫ് ബസോസ്. അദ്ദേഹത്തിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ. അദ്ദേഹത്തിൻ്റെ കമ്പനി ഏതാണ്? ബ്ലൂ ഒറിജിൻ. ഒരു കൂറ്റൻ റോക്കറ്റ് ന്യൂ ഗ്ലെന്നി. ഏതാണ്? ന്യൂ ഗ്ലെന്നി. അപ്പോൾ 3 കാര്യങ്ങൾ പഠിക്കാൻ. ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസ്, അദ്ദേഹത്തിൻ്റെ കമ്പനി ബ്ലൂ ഒറിജിൻ, അദ്ദേഹം ഒരു കൂറ്റൻ റോക്കറ്റ് ആദ്യ പരീക്ഷണ വിക്ഷേപണം നടത്തി. അതിൻ്റെ പേരാണ് ന്യൂ ഗ്ലെന്നി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു PSC ബുള്ളറ്റിൻ ഫെബ്രുവരി 2025 എല്ലാവരും റിപ്പീറ്റ് അടിച്ച് കണ്ട് അത് പഠിച്ച്